റിപ്പോർട്ട് ഈ പൂരം കലക്കലിൽ പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. തിരുവമ്പാടി ദിവസമാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദി എന്ന തരത്തിലേക്കാണ് റിപ്പോർട്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിലൊരു തുടർ നടപടികളോ ഭാഗങ്ങളോ ഉണ്ടായിട്ടില്ല. ആരാണ് ശരിയായ ഉത്തരവാദി പൂരം കലക്കൽ? ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ട് പുറത്തുവിടണം. അതാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യമായി ആവശ്യപ്പെടുന്നത്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർത്തുകൊണ്ട് ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമാണ്. റിപ്പോർട്ട് തയ്യാറാക്കിയതുകൊണ്ടാണത് പത്രമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വെളിയിൽ വിടാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്, അന്വേഷണ കമ്മീഷനുണ്ട്. അതുകൊണ്ട് ആ റിപ്പോർട്ട് അവർ വെളിയിൽ വിടണം. ഒന്ന്. രണ്ട്, വാദിയെയാണ് ഇവിടെ പ്രതിയാക്കിയിരിക്കുന്നത്. പ്രതിയെ സംരക്ഷിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ വാദിയെ പ്രതിയാക്കുന്ന ഈ സമീപനം, ആരാ വാദി? തിരുവമ്പാടി ദേവസ്വമാണ് വാദി. തിരുവമ്പാടി ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരെയും ദേവസ്വത്തിലെ ചുമതലപ്പെട്ടവരെയും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആ ഭാഗത്തുള്ള ക്ഷേത്ര വിശ്വാസികളെയുമാണ് പോലീസ് തല്ലിയത്. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട പൂര കമ്മിറ്റിക്കാരെയാണ് തടഞ്ഞത്. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട പൂര വിഷയങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. വാദി വാസ്തവത്തിൽ തിരുവമ്പാടി ദേവസ്വമാണ്. ആ ദേവസ്വത്തെ പ്രതിയാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ഹിഡൻ അജണ്ട വളരെ കൃത്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ VS സുനിൽകുമാർ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം അഥവാ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന വളരെ വളരെ ഗുരുതരമാണ്. ഭാരതീയ ജനതാ പാർട്ടി വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ പിന്നിൽ പൂരം കലക്കി. വാസ്തവത്തിൽ ആരാണ് പൂരം കലക്കിയത്? BJP പറയുന്നു റവന്യൂ മന്ത്രി രാജനാണ്, VS സുനിൽകുമാറുമാണ് പൂരം കലക്കിയത്. ഇത് നേരത്തെ BJP സംസാരിച്ചതാണ്. ഞാൻ തന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ സുനിൽകുമാർ പറയുന്നത് ഇതുവരെ പറയാത്ത ആളുടെ പേരാണ്, കളക്ടറാണെന്നാണ്. ഇന്ന് വരെ കളക്ടറാണെന്നൊരു വാക്ക് സുനിൽകുമാർ സൂചിപ്പിച്ചിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ ADGPയുടെ പേരാണ്. ഇപ്പോൾ ADGP ഇല്ല, ഇപ്പോൾ കളക്ടറാണ്. കളക്ടറാണ് എന്ന് സുനിൽകുമാർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കളക്ടറെ നിയന്ത്രിക്കുന്നത് രാജനാണ്. അതുകൊണ്ട് തന്നെ റവന്യൂ മന്ത്രി രാജനാണ് ഈ കേസിലെ പ്രതി. VS സുനിൽകുമാറും രാജനും ചേർന്ന് നടത്തിയ അട്ടിമറിയാണ് തൃശ്ശൂർ പൂരം കലക്കാൻ കാരണം. അതുകൊണ്ട് VS സുനിൽകുമാറിനെയും മന്ത്രി രാജനെയും പ്രതി ചേർത്ത് കേസെടുക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി ആവശ്യപ്പെടുകയാണ്. ഇത് ഞങ്ങൾ നേരത്തെ ഹൈക്കോടതിയിൽ ഈ കാര്യം സൂചിപ്പിച്ചതാണ്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഈ VS സുനിൽകുമാർ ഇവിടെ MLA ആയിട്ട് ജയിക്കാൻ കാരണം അന്നത്തെ ഒരു കരിമരുന്നും എന്ന വിഷയത്തിൽ, പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് പല ആളുകളും VS സുനിൽകുമാർ MLA എന്ന നിലയിൽ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൽ സ്വാധീനം ചെലുത്തി അദ്ദേഹം ചിലത് ചെയ്തു എന്ന് വരുത്തി തീർക്കേണ്ടായി ചില പ്രത്യേക കോണുകളിൽ നിന്ന്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറേ വോട്ട് നേടുകയും പൂരപ്രേമികളുടെയും പൂരവിശ്വാസികളുടെയും വോട്ട് അന്ന് അദ്ദേഹത്തിന് കിട്ടുകയും അങ്ങനെയാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ രണ്ടാം വട്ടവും പൂരപ്രേമികളുടെ വോട്ട്, പൂരവിശ്വാസികളുടെ വോട്ട്, ക്ഷേത്രവിശ്വാസികളുടെ വോട്ട് നേടാനും ഞാനാണ് പൂരം എല്ലാം ശരിയാക്കിയത് എന്ന് വരുത്താനുള്ള മന്ത്രി രാജൻ്റെയും VS സുനിൽകുമാറിൻ്റെയും ഹിഡൻ അജണ്ടയും ഗൂഢാലോചനയുമാണ് പൂരം കലക്കിയതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് അവരെ പ്രതി ചേർത്ത് കേസെടുക്കണം എന്ന് BJP ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഈ റിപ്പോർട്ട് അവർ പുറത്തുവിടണം. ദേവസ്വത്തിനും തിരുവമ്പാടി ദേവസ്വത്തിനെതിരായിട്ടുള്ള ഏതൊരു ആരോപണവും അല്ലെങ്കിൽ ഏതൊരു റിപ്പോർട്ടും അത് പിൻവലിക്കണം. അതൊരു കാരണവശാലും അംഗീകരിക്കില്ല. ആ രീതിയിൽ ആണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ ശക്തമായ ഒരു പ്രക്ഷോഭത്തെ ഈ സർക്കാർ നേരിടേണ്ടി വരും. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കൂടെ ഭാരതീയ ജനതാ പാർട്ടി അണിനിരക്കും. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. എന്ന് മാത്രമല്ല, ഒരു പോയിൻ്റൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പിണറായി സർക്കാർ തുടർന്നു വരുന്ന ഹിന്ദു വിരുദ്ധതയുടെ, ക്ഷേത്രവിരുദ്ധതയുടെ, ക്ഷേത്രവിശ്വാസികളെ മെക്കെട്ട് കയറുന്ന ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തിരുവമ്പാടി ദേവസ്വത്തിനെതിരായിട്ടുള്ള ഈ റിപ്പോർട്ട് എന്നുകൂടി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
പക്ഷേ കമ്മീഷണറെ ADGPയും ഇപ്പം കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഞാൻ ഹൈക്കോടതി കൊടുത്ത കേസിൽ പ്രധാനപ്പെട്ട വ്യക്തി ഇവിടുത്തെ പോലീസ് കമ്മീഷണറാണ്. പോലീസ് കമ്മീഷണറെ വെള്ളപൂശി, പോലീസ് കമ്മീഷണറെ ADGPയെ വെള്ളപൂശി. അവരൊന്നും ഇല്ല, ഇപ്പോൾ പിക്ചറിലേ ഇല്ല. സുനിൽകുമാറിന് ധൈര്യമുണ്ടോ? ഞാൻ ഐ എം ആസ്കിങ് സുനിൽകുമാർ, ADGPക്കെതിരായിട്ട് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ADGPക്കെതിരെ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ADGPയെ പ്രതി ചേർക്കണമെന്ന് പറയാനുള്ള ധൈര്യം സുനിൽകുമാറിനുണ്ടോ? പറഞ്ഞത് തന്നെ ഓർമ്മയുണ്ടാവുള്ളൂ, പിന്നെ സുനിൽകുമാർ ഉണ്ടാവില്ല ഈ പാർട്ടിയിൽ. കാരണം ഈ പാർട്ടി പിണറായി വിജയൻ പറയുന്നത് എന്ത്? ആ പിണറായി വിജയൻ വാ പൊളിച്ചാൽ അതിന് മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന പാർട്ടിയാണ് CPI. അവർക്ക് വേണ്ടത് രാഷ്ട്രീയം, ഇവിടുത്തെ തട്ടിപ്പ് ഇടപാട്, ഇവിടുത്തെ ക്ഷേത്രവിശ്വാസികളെ ഗിമ്മിക്സ് കാണിച്ച് മാറ്റാനുള്ള പരിപാടിയാണ്. ഇവിടുത്തെ കമ്മീഷണർക്കെതിരെ നടപടിയെടുക്കണം, കമ്മീഷണറെ പ്രതി ചേർക്കണം എന്ന് പറഞ്ഞ ആളാണ് ഗോപാലകൃഷ്ണൻ. ഞാനെന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി കേസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് കുറ്റവാളികൾ ആരായാലും അവരെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാൻ പാടില്ല. പോലീസിൻ്റെ ഈ വെള്ളയടി, ആഭ്യന്തര വകുപ്പിൻ്റെ വെള്ളയടി, എന്നിട്ട് ആരും ചോദിക്കാനില്ല, ദേവസ്വം പ്രതിയാവുന്ന ആ പരിപാടി ഒരു കാരണവശാലും അനുവദിക്കില്ല. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരം സംഘടിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു, പ്രതി ചേർക്കേണ്ടത് പൂരം കലക്കി മന്ത്രി രാജനും VS സുനിൽകുമാറുമാണ്. മന്ത്രി രാജനെയും VS സുനിൽകുമാറിനെയും ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറെയുമാണ് യഥാർത്ഥത്തിൽ പ്രതി ചേർക്കേണ്ടത് എന്നുകൂടെ